ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചീസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ ബേക്കൊന്നും ചെയ്യേണ്ട, അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ചീസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഒരു പാക്ക് എടുത്തിട്ടുണ്ട്. ചെറിയ പാക്കാണ് കേട്ടോ, നമ്മൾക്ക് ചെറുതായിട്ട് കിട്ടൂലേ, അതാണ്. അത് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യണത് അതിലേക്ക് നമ്മളിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് ഒന്ന് വെറ്റാവുന്ന സമയം വരെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കുറച്ച് മതിയാവും കേട്ടോ, അധികം ഒന്നും വേണ്ടി വരില്ല. ഞാനിത് സെറ്റ് ചെയ്യുന്നത് ചെറിയൊരു ട്രേയിലാണ്. അപ്പോൾ അതിൽ നമ്മൾ നന്നായിട്ട് വെറ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു സ്പൂണായിട്ട് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ, കുറച്ചൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്, അത് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിലോട്ട് നാരങ്ങാനീര് ഉറ്റിച്ചു കൊടുക്കുക കേട്ടോ. ഈ നാരങ്ങാനീര് ഉറ്റിക്കുമ്പോൾ ഇതിങ്ങനെ പിരിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പനീറിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യല്ലേ, അതേപോലെ നമ്മൾ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മളിത് അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അതിലുള്ള ആ ഒരു ലിക്വിഡൊക്കെ പോക്കിയെടുക്കുക കേട്ടോ. ഈ ഒരു കാണുന്ന പോണം നമ്മൾ ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലോട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫ്രഷ് ക്രീം കുറച്ച് കൂടുതൽ ചേർത്തോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഫ്രഷ് ക്രീം ഞാനൊരു അരക്കപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പാത്രത്തിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയൊരു പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത്, അപ്പോൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഞാനൊരു ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് മെൽട്ടായി വരും. ഇനി മെൽറ്റ് ചെയ്തിട്ടുള്ള ഡയറി മിൽക്ക് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇത് പെട്ടെന്ന് നന്നായിട്ട് മെൽറ്റ് ആവുന്നില്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെച്ച ആ ചുടുവെള്ളത്തിലേക്ക് ഈ പാത്രം ഒന്നുകൂടി ഇറക്കി വെച്ചിട്ട് അതിൽ നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ മെൽറ്റഡ് ബട്ടർ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് സെറ്റായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ സ്പ്രെഡ് ചെയ്യുന്നത് അത്ര കൂടി നന്നായില്ല, എല്ലാ ഭാഗത്തും നല്ലോണം എത്തിയില്ല. ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പൊടിച്ച ബിസ്ക്കറ്റ് സൈഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റിൻ്റെ അളവ് കുറച്ചുകൂടി കൂട്ടാട്ടോ. ഞാൻ കുറച്ച് ചോക്ലേറ്റേ വാങ്ങിയില്ലേനും. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ.